10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. നോക്കൂ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന ആരുടെ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും കഥ പറയുന്ന UK കുമാരൻ എഴുതിയ ഒരു കഥയുടെ ഭാഗമാണ് ഏത് ഓരോ വിളിയും കാത്തെന്ന് പറയുന്ന കഥ. ആ കഥയിൽ ഒരിക്കൽ പോലും നേരിട്ടൊരിക്കൽ പോലും കഥയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നിരുന്നാലും കഥയിലെ മുഖ്യ കഥാപാത്രമായി മാറുന്ന ഒരു കഥാപാത്രമാണ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം. ഏറെക്കുറെ നിങ്ങൾക്ക് സാധ്യതയുള്ള കഥാപാത്രമാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും 2021 മുതൽ 24 വരെയുള്ള നിങ്ങളുടെ പരീക്ഷാ പേപ്പറുകളിൽ ഒന്നും തന്നെ വരാത്ത ഒരു കഥാപാത്രമാണ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം. അതുകൊണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വിളിയും കാത്തുന്ന UK കുമാരൻ്റെ ഓരോ വിളിയും കാത്തുന്ന കഥയിലെ അച്ഛൻ എന്ന കഥാപാത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലേ? ഒന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ? നോക്കൂ നിങ്ങൾ, ഓരോ വിളിയും കാത്തുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അച്ഛൻ. കഥയിൽ ഒരിക്കലും നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, ഇല്ലേ? ഒരിക്കൽ പോലും. അദ്ദേഹം മരിച്ചതിന് ശേഷം നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ, അല്ലേ? അച്ഛൻ മരിച്ചതിന് ശേഷം തുടങ്ങുന്ന കഥയാണത്. എങ്കിലും കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് അച്ഛൻ എന്ന കഥാപാത്രം തന്നെയാണ്. മകൻ്റെ ഓർമ്മയിൽ മാത്രം തെളിയുന്ന കഥാപാത്രമാണ് കഥയിലെ അച്ഛൻ. എന്നാലും കഥയിലെ പ്രധാന കഥാപാത്രമായ അമ്മ എന്ന കഥാപാത്രത്തിന് ഭാവശോഭ നൽകുന്ന സാന്നിധ്യമാണ് അച്ഛനുള്ളത്, അല്ലേ? അതിലെ മറ്റൊരു കഥാപാത്രമാണ് അമ്മ. അമ്മ എഴുതാൻ നിങ്ങൾക്ക് പറ്റും. കാരണം അമ്മ എന്ന കഥാപാത്രം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അച്ഛൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മ, അച്ഛൻ്റെ വിളിയില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ അമ്മ കഴിയുമെന്നുള്ള ചിന്ത, മകൻ്റെ കൂടെ നഗരത്തിലേക്ക് പോകാൻ വിസമ്മതിക്കുന്ന അമ്മ. കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ തന്നെ വിട്ടു പോയി എന്ന് അമ്മ വിശ്വസിക്കുന്നില്ല. അതിന് കരുത്തേകുന്നതായിരുന്നു അമ്മ അച്ഛന് വേണ്ടി നേർച്ച വെച്ചപ്പോൾ എന്തു ചെയ്തത്? എല്ലാവരും ഇളനീര് വെക്കുമ്പോൾ അമ്മ ഒരു ഗ്ലാസ് കാപ്പി വെച്ചത്. കാരണം അച്ഛന് ഇഷ്ടം കാപ്പിയാണെന്ന് പറഞ്ഞത്, അല്ലേ? അവസാനം മകൻ്റെ കൂടെ പോകാൻ അമ്മ തയ്യാറാകുമ്പോഴും കൊച്ചുമോനോട് പറയുന്ന ഒരു പൈക്കച്ചവടക്കാരൻ്റെ കഥയുണ്ട്. ആ പൈക്കച്ചവടക്കാരൻ പോകുന്ന സമയത്ത് മൂപ്പരെവിടെ പോയെന്ന് ചോദിച്ച സമയത്ത് മൂപ്പര് പോയി എന്ന് പറഞ്ഞു. എന്നാൽ പോയില്ല എന്ന് എനിക്കല്ലേ അറിയൂ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അവസാനം മകൻ അമ്മയെ വിളിക്കുന്ന സമയത്ത്, അച്ഛൻ ഇന്നലെയും എന്നെ വിളിച്ചിരുന്നു, അച്ഛൻ വിളിച്ചാൽ എങ്ങനെയാ മോനെ പോവാതിരിക്കുക, അച്ഛൻ വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ എങ്ങനെയാ മോനെ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അച്ഛൻ ഏത് സമയം വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിപ്പിക്കുന്ന അമ്മ. അങ്ങനെ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ അച്ഛൻ്റെ മരണം ഉൾക്കൊള്ളാനാവാത്ത, അല്ലെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് അമ്മ. അപ്പോൾ അമ്മ എന്ന കഥാപാത്രം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. കാരണം ആ പാഠഭാഗത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അമ്മ. എന്നാൽ അതിനേക്കാൾ ഉപരി അച്ഛൻ എന്ന കഥാപാത്രം സാധ്യതാ പട്ടികയിലുള്ളതാ. അപ്പോൾ നോക്കൂ നിങ്ങൾ, തനി നാട്ടുമ്പുറത്തുകാരനാണ് അച്ഛൻ. അച്ഛൻ്റെ പ്രത്യേകതയാണ്. കഥാപാത്രം ചോദിച്ചാൽ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. നല്ലൊരു കൃഷിക്കാരൻ, കൃഷി ചെയ്തായിരുന്നു അയാൾ കുടുംബം പോയിട്ടിരുന്നത്, അല്ലേ? വെറും കർഷകനല്ല, എങ്ങനെയാ? ദീർഘവീക്ഷണമുള്ള കർഷകനാണ്. കാരണം നെല്ല് വരമ്പത്ത് ചാഞ്ഞു കിടക്കുമ്പോഴും തേങ്ങ ഉണങ്ങി വീഴുമ്പോഴും അടക്ക പഴുത്തിട്ട് വവ്വാലുകൾ ചപ്പിത്താഴെ ഇടുമ്പോഴുമൊക്കെ കിടന്ന കിടപ്പിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞിരുന്നു. അപ്പോൾ ദീർഘവീക്ഷണമുള്ള കർഷകനാണ്, അല്ലേ? കൃഷിയിൽ എപ്പോഴും സഹായിക്കാൻ ഭാര്യ ഉണ്ടായിരിക്കും കൂടെ. അതീവ സ്നേഹസമ്പന്നനായിരുന്നു അച്ഛൻ. എപ്പോഴും അയാൾക്ക് ഭാര്യയുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഇതിൻ്റെ ഒരു മറുവശവും അയാൾക്കുണ്ടായിരുന്നു. അമ്മയുടെ മറുപടിക്ക് കാലതാമസമുണ്ടായാൽ അയാളുടെ മട്ടുമാറും, തികച്ചും കോപിഷ്ഠനായി മാറും. ചില സന്ദർഭങ്ങളിൽ അമ്മയും കയർത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ആ സമയം മുതൽ അച്ഛൻ തികഞ്ഞ ശാന്ത സ്വഭാവക്കാരനായി മൗനം അവലംബിക്കും. രണ്ടുപേരുടെയും ശബ്ദം പൊങ്ങുന്ന ഒരു കലാപത്തിലേക്ക് വീട്ടിലെ അയാൾ ഒരിക്കലും എത്തിച്ചേരുന്നില്ല. നമുക്കറിയാം, അമ്മയൊന്ന് സംസാരിച്ച് തുടങ്ങിയാൽ അച്ഛൻ മൗനിയായി മാറാറുണ്ട്. കാരണം അമ്മയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയും മാത്രം അദ്ദേഹം കോപിഷ്ഠനായതുപോലെ തോന്നും, അല്ലേ? അമ്മ എപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നു അവിടെ അയാൾ മൗനം അവലംബിക്കും. കാരണം അയാളും കൂടെ സംസാരിച്ചാൽ ആ വീട് കലാപാന്തരീക്ഷമാകുമെന്ന് അയാൾക്കറിയാം. സ്നേഹസമ്പന്നനായ ഭർത്താവും വാത്സല്യനിധിയായ പിതാവുമാണ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം. മറന്നു പോവാതെ മക്കൾ ഓർത്ത് വെക്കണം. ഒരു പക്ഷേ അച്ഛനായിരിക്കും മക്കൾക്ക് സാധ്യതയുള്ള കഥാപാത്രം. ഓക്കെ, ഒരു കർഷകൻ്റെ ദീർഘവീക്ഷണവും അനുഭവജ്ഞാനവും അയാൾക്കുണ്ടായിരുന്നു.
സുഖമില്ലാതെ കിടന്നപ്പോഴും അയാൾ വീടിനകത്ത് കിടന്നുകൊണ്ട് തന്നെ പാടത്തും തൊടിയിലും മറ്റ് മാറ്റങ്ങൾ ഭാര്യയെ പറഞ്ഞറിയിക്കും. കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിലെ അടക്കപ്പഴുത്ത കുന്നിൻ പുറത്തെ തേങ്ങ വരേണ്ടത് കന്നി നെല്ലിന് വേലി കെട്ടാത്തത് കൊണ്ട് കന്നി നെല്ലിന് നോക്കൂ കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായത്, വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നത് എന്നിങ്ങനെ എല്ലാം അച്ഛൻ കാണാൻ കഴിഞ്ഞിരുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനായിരുന്നു അച്ഛൻ. അതാണ് ആദ്യം നമ്മൾ കണ്ടു, അച്ഛൻ തികഞ്ഞ കർഷകനായിരുന്നു, ദീർഘവീക്ഷണമുള്ള കർഷകനായിരുന്നു. വീണ് സുഖമില്ലാതെ കിടന്നപ്പോൾ പോലും തൊടിയിലെയും പറമ്പിലെയും മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അല്ലേ? ഉത്തരവാദിത്തമുള്ള തൻ്റെ കാലശേഷവും കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ നടന്ന് പോകണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ആ ഉപദേശങ്ങളെല്ലാം. ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതോർത്താൽ മതി എന്നു മാത്രമായിരുന്നു സ്നേഹത്തോടെയുള്ള അച്ഛൻ്റെ പരിഭവം. ചുരുക്കത്തിൽ വായനക്കാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് കഥയിലെ അച്ഛൻ. പുറത്തേക്ക് പൗരുഷം തോന്നിപ്പിക്കുമെങ്കിലും അകത്തളങ്ങളിൽ കുടുംബത്തെ ആഞ്ഞു പുലുകുന്ന ഒരു കുടുംബനാഥനാണ് കഥയിലെ അച്ഛൻ. അപ്പോൾ ഓരോ വിളിയും കാത്തെന്ന കഥയിലെ അച്ഛൻ എന്ന കഥാപാത്രത്തെയാണ് എൻ്റെ മക്കളെ നമ്മൾ കണ്ടത്. അപ്പോൾ അച്ഛൻ എന്ന കഥാപാത്രം ഏറെക്കുറെ സാധ്യതയുള്ളതാണ്. കാരണം എന്താണ്? 2021 മുതൽ 2024 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും അച്ഛൻ എന്ന കഥാപാത്രം വന്നിട്ടില്ല. അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെയാണോ മക്കളെ? അത് അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ അച്ഛൻ എന്ന കഥാപാത്രത്തെ ക്ലിയർ ആയല്ലോ. എങ്കിൽ നമുക്ക് അടുത്തൊരു കഥാപാത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബായ് മക്കളെ.